എനിക്ക് ഇന്ന് പറയാനുള്ളത് സൂര്യ സാറിന്റെ കരിയറിലെ മോശം അവസ്ഥ. 2014 വരെ വിജയ്, അജിത്ത് എന്ന് പറയുന്ന രണ്ട് ടയർ ഫസ്റ്റ് സ്റ്റാറിൻ്റെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കളക്ഷൻ വൈസ് ആയാലും ഒരു സ്റ്റോറി വൈസ് ആയാലും അവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഒരു ഫൈറ്റ് നടത്താൻ, അല്ലെങ്കിൽ ഒരു ക്ലാഷ് റിലീസിൽ വൻ വിജയം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു നായകൻ ഇന്ന് 2025 ടയർ 2 സ്റ്റാറായ ധനുഷ്, അതുപോലെ തന്നെ ശിവകാർത്തികേയൻ, ഇവർക്ക് ഒപ്പം പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് റീസൺ സ്ക്രിപ്റ്റ് സെലക്ഷൻ. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാൻ സൂര്യ സാറിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഉദാഹരണത്തിന് 5-6 സിനിമയ്ക്ക് ശേഷം ആനാസംഘകൂട്ടം, 5K, അതിനുശേഷം കാപ്പാൻ, എന്തിനു വേണ്ടിയൊക്കെ കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന സൂര്യ സാറിന് നല്ല 2 ചിത്രങ്ങൾ വന്നത് 2021 സൂര്യനെ പൊട്ടു, അഞ്ചൈഫി. ഈ 2 സിനിമകളും തിയേറ്ററിൽ ഇറക്കാതെ OTT കൊടുത്തപ്പോൾ OTT സ്റ്റാർ പട്ടം വാങ്ങി. OTT സ്റ്റാർ പട്ടം വാങ്ങിയ സൂര്യ സാർ നേരെ ചെന്ന് സ്റ്റാർട്ടിങ് കൊടുത്തത് ഒരു സിംഗത്തിന്റെ മടയിൽ എന്ന് പറയാം. കാരണം എതർക്കും തിരുന്നവൻ റിലീസായി, വമ്പൻ റിലീസായിരുന്നു എതർക്കും തിരുന്നവൻ. എതർക്കും തിരുന്നവന്റെ ഗതി ആ തിയേറ്ററിൽ ബോംബിട്ടു. ഒരു 100 കോടി ചിത്രം നേടുമെന്ന് പറയുന്ന ഫാൻസിന് നിരാശ മാത്രം. ശരി, അവിടെയും നീന്നില്ല. അതിനുശേഷം സൂര്യ സാർ 2 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് കങ്കുവ എന്ന ബിഗ് ബജറ്റ് 300 കോടി ചിത്രവുമായി പോകും. എല്ലാം വിജയ കൊയ്ത്തിനായി കാത്തിരുന്നവർക്ക് വീണ്ടും കിട്ടി ഒരു മരണമാസ് തലക്കടി. കാറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാറി നമ്മൾ കൂടെ ഇരുന്ന് കാറാനും പറ്റില്ല, നമുക്ക് വെളിയിലിറങ്ങി പോകാനും പറ്റില്ല, കൊടുത്ത പൈസയും തിരിച്ചു കിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ആ സിനിമ കണ്ട് തീർത്തു. അങ്ങനെ കങ്കുവ സിനിമ കണ്ട് നമ്മൾ മറന്ന് വെളിയിലിറങ്ങിയപ്പോൾ പുതിയൊരു ചിത്രവുമായി സൂര്യ സാർ വന്നു. റെട്രോ കണ്ടവർക്കറിയാം, നല്ലൊരു ചിത്രം.